ദൈവം നമുക്ക് നൽകിയ മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിൽ പിന്നെ ദൈവത്തിന് ഇടമില്ലാതെയായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ദൈവം നമുക്ക് നൽകിയ കുടുംബം, ആ കുടുംബം ദൈവം നൽകിയതാണെന്നൊരു ബോധ്യം നഷ്ടപ്പെട്ട് അത് എൻ്റെ കുടുംബമാണ്, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ചിന്തിച്ച് പിന്നെ ദൈവത്തിന് ഇടമില്ലാത്ത സ്ഥലങ്ങളായിട്ട് മാറുന്നുണ്ടോ നമ്മുടെ ഭവനങ്ങളൊക്കെ എന്ന് ചിന്തിക്കാം. ഈ കർഷകരെന്താ ചെയ്തത്? കൃഷിക്കാരെന്താ ചെയ്തത്? ദൈവമാണ് ആ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചത്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതും അതിന് വേലി കെട്ടിയതും അതിൽ ഗോപുരം പണിതതും എല്ലാം ഈ ദൈവമാണ്. എന്നിട്ട് നോക്കാനാണ് ഏൽപ്പിച്ചത്. ഈ നോക്കാൻ ഏൽപ്പിച്ചവൻ പിന്നെ ചെയ്ത കാര്യമാണ് അത് അവൻ്റെ സ്വന്തമാക്കി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അവകാശമല്ലാത്തതൊക്കെ നമ്മുടെ സ്വന്തമാക്കി മാറ്റിയതിനു ശേഷം പിന്നെ ആർക്കും പ്രവേശനമില്ലാതെ നമ്മൾ മറ്റൊരു കവാടം അവിടെ പണിത് വെക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബമാകട്ടെ, ദൈവം നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചേക്കണതാണ്. നീ അപ്പനെന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ മക്കളെന്ന നിലയിൽ ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറുക. അതുപോലെ പ്രായമായ മാതാപിതാക്കൾ എന്ന നിലയിൽ ആ കുടുംബത്തിലേക്ക് പിന്നെ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു വേലി വേറെ കെട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ദൈവം എൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രവേശിക്കുകയോ? നമ്മളെ ഏൽപ്പിച്ച, നമ്മൾ ആ കൃഷിക്കാരെ പോലെ തന്നെയുള്ള വ്യക്തികളാണ്. ആ വ്യക്തികള് സ്വന്തമാക്കി മാറ്റിയിരിക്കുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകം കൃത്യമായിട്ട് പറയുന്നത്. ആ ബാബേൽ ഗോപുരത്തിന്റെ കഥ കൃത്യമായിട്ട് പറയുന്നത്. അവർ വലിയൊരു ഗോപുരം പണിത് പ്രശസ്തി ആക്കാൻ നോക്കി എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങള് ഒരു ബാബേൽ ഗോപുരങ്ങളാണോ ദൈവിക കൂടാരങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. എൻ്റെ കുടുംബം ബാബേൽ ഗോപുരമാണോ ദൈവിക കൂടാരമാണോ? ബാബേൽ ഗോപുരമാണെങ്കിൽ അവിടെ ദൈവത്തിന് സ്ഥാനമില്ലാത്ത വലിയൊരു ഗോപുരം, വലിയൊരു വീട്. നമ്മുടെയൊക്കെ വീട് വലിയ വീടുകളാണ്, 2, 3 ബെഡ്റൂമുകളും അതുപോലെ തന്നെ 2 നിലയും, അതുപോലെ എന്ത് മനോഹരമായിട്ട് വീടുകളാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് സ്ഥാനമുള്ള കുടുംബമാണോ എൻ്റെ കുടുംബം? അല്ലെങ്കിൽ ദൈവമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ബാബേൽ ഗോപുരങ്ങളാണ്. വെറുതെ ഒരു ബാബേൽ ഗോപുരം പണിതിട്ടേക്കാണ്. എന്നിട്ട് പേരിട്ടിരിക്കുന്നു ദൈവിക ഭവനം, ദൈവം വസിക്കുന്ന ഭവനം, ബത്തേല്. അങ്ങനെ കുറെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഈ കർഷകരെ പോലെ തന്നെയല്ലേ ദൈവത്തെ ഇറക്കി വിടുന്നു? ദൈവം ഫലം ചോദിച്ച് വരുമ്പോ, ദൈവം ആഗ്രഹിച്ചു വരുമ്പോ ദൈവത്തെ നമ്മൾ പുറത്താക്കുന്നു. ഗേറ്റ് അടച്ചിട്ട് ഇവിടെ നായുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ച് പുറത്താക്കുന്ന വ്യക്തികളായിട്ട് മാറുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഓർക്കുക, ദൈവം തന്ന മുന്തിരിത്തോട്ടത്തിന് ഫലം കൊടുക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും.